അടുത്ത നമ്മളുടെ ജനറൽ ഫോം ഓഫ് എ പി എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് അസംഷൻ, അതായത് ഫസ്റ്റ് ടേമിലൊരു ഓൾജിബ്രിക് വേരിയബിൾ കൊടുക്കുക, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ അതിനെല്ലാം നമ്മൾ ഒരു ഓൾജിബ്രിക് ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് അങ്ങനെ തന്നെ ഒരു വേരിയബിൾ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എ പിയുടെ ജനറൽ ഫോം എന്താണ് നോക്കാം. സോ ലെറ്റ് ഫസ്റ്റ് ടേം ഓഫ് എൻ എ പി ബി A1. A1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3, അങ്ങനെ nth ടേം എന്താകും AN എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മൾ അടുത്ത അസംഷൻ എടുത്തേക്കുന്നത് ലൈക്ക് കോമൺ ഡിഫറൻസ് ബി ഡി, സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കോമൺ ഡിഫറൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എ പി എങ്ങനെയായിരിക്കും? നമ്മളുടെ എ പി നമ്മൾ ടേംസ് അല്ല എഴുതത്തുള്ളൂ. ഇപ്പം 1, 2, 3, 4 അങ്ങനെ ടേംസ് അല്ല എഴുതുന്നത്. ഇതിനകത്ത് ഈ 1 ആണ് A1, A2, A3, A4. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈ എഴുതിയേക്കുന്ന റെപ്രസെന്റേഷൻ പോലെ. ഓക്കെ, സോറി. സോ നമ്മളുടെ എ പി അന്നേരം എങ്ങനെയാകും? A1, A2, A3 എക്സെട്ര ടിൽ AN. ഓക്കെ, സോ ഇതിനകത്ത് 1, 2, 3, 4 എൻ്റെ ഇപ്പോൾ ഈ സീരീസ് 10 വരെ ഉള്ളെങ്കിൽ 10 എഴുതും. ഈ 10 ആണ് നമ്മളുടെ എന്ത്? AN. ഓക്കെ, ഈ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് ടേം A1, സെക്കൻഡ് ടേം A2, ലാസ്റ്റ് ടേം AN, nth ടേം AN ആണെങ്കിൽ നമ്മളുടെ എ പി A1, A2, A3 എക്സെട്ര ടിൽ AN ആകും. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു എ പിക്കകത്ത് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ്. അത് എല്ലായിടത്തും ഈക്വലും ആയിരിക്കും. അപ്പം ഈ AN-ന് മുമ്പിലത്തെ ടേം എന്താ? AN-1 അല്ലേ? കാരണം ഇപ്പൊ n എൻ്റെ 3 ആണെങ്കിൽ 3ക്ക് മുമ്പുള്ള ടേം എന്താ? 3 - 2, 3 - 1 which is equal to 2. അപ്പം n-ന് മുമ്പിലത്തെ ടേം എന്താണ്? AN-1. സിമ്പിൾ ലോജിക്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെ ഒരു എ പി, നമ്മുടെ ജനറൽ ഫോം ഓഫ് എ പി എഴുതുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ എന്താണ്? A2 - A1 ഈക്വൽ ടു A3 - A2 ഈക്വൽ ടു എക്സെട്ര ടിൽ AN - AN-1 വിച്ച് ഇസ് ഈക്വൽ ടു D. നമ്മളുടെ എ പിയുടെ ഡെഫിനേഷനിൽ നിന്ന് തന്നെ ഉള്ള ഫോർമുല ആണ് ഈ ഫോർമുല. നമ്മളുടെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ്. അതാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന D. അപ്പം എല്ലാ ടേംസും വെച്ച് നോക്കുമ്പോൾ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ അതെല്ലാം സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? D. ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ D ആ, ഇത് D ആ, ഇത് D ആ, ഇതെല്ലാം ഈക്വൽ അല്ലേ? വിച്ച് ഇസ് ഓൾ ഈക്വൽ ടു D. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ജനറൽ ഫോം ഓഫ് എ പി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ, ആൻഡ് ആദ്യം നമുക്ക് കിട്ടുന്ന ഫോർമുല ആണ് ഇത്. ഇനി ആദ്യം നമ്മൾ ഒരു റെപ്രസെന്റേഷൻ ഓഫ് എ പി കണ്ടു. ഇനി അടുത്ത ഒരു വേറെ രീതിയിലുള്ളൊരു റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. അടുത്തതിനകത്ത് നമ്മൾ അസംഷൻ എടുക്കുന്ന ആദ്യം ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം. നേരത്തേനകത്ത് നമ്മൾ A1 എന്നായിരുന്നു എടുത്ത്, ഇതിനകത്ത് നമ്മൾ A ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം, ആൻഡ് D ബി ദ കോമൺ ഡിഫറൻസ്. ഇനി A ഫസ്റ്റ് ടേമും D കോമൺ ഡിഫറൻസും ആകുമ്പോൾ എ പിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇത് എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എക്സാമ്പിൾ 2, 4, 6, 8, 10, 12 എക്സെട്ര. ഓക്കെ, നമ്മൾ ഈ ഒരു എ പി കൺസിഡർ ചെയ്യും. ഇത് എ പി തന്നെയാണല്ലോ, ഫസ്റ്റ് ടേം ഉണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എത്രയാ? ഇത് 2, ഇതും 2, 2, 2 and this is also 2. അപ്പം കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു എ പി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഒരു എ പിയിൽ നിന്ന് നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് കോമൺ ഡിഫറൻസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യണം. ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഫസ്റ്റ് ടേം എൻ്റെ 2 ആണ്, ഞാൻ അങ്ങനെ തന്നെ എഴുതി. അടുത്ത ടേം എൻ്റെ 4 ആണ്, അതിനെ എനിക്ക് 2 + 2 എന്ന് എഴുതിക്കൂടെ? 4 തന്നെയല്ലേ. അടുത്ത ടേം 6 ആണ്, 2 + 4 ആണ് 6.
പക്ഷേ ഇതിന് പകരം എനിക്ക് 2 + 2 × 2 എന്ന് എഴുതണം. ഇതിങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത എനിക്ക് 2 + 3 × 2 എന്ന് എഴുതാം. അടുത്ത 2 + 4 × 2 എന്ന് എഴുതാം. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും. ഇനി ഇങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കാം. ഇത് നമുക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ടേം 2 ആണ്. അതിനെ ഞാൻ എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുവാണ് നിങ്ങൾക്ക്. എൻ്റെ കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ 2 തന്നെയാണ് എൻ്റെ കോമൺ ഡിഫറൻസ്, അത് ഡി ആണ്. സോ ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന ആക്ച്വലി ഫസ്റ്റ് ടേം എ പ്ലസ് കോമൺ ഡിഫറൻസ് ഡി ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ത് വരും? 2 + 2 4 അല്ലേ? സോ ഇവിടെ നമുക്ക് 4 തന്നെ കിട്ടി. അടുത്ത ഫസ്റ്റ് ടേം എ പ്ലസ് 2 × കോമൺ ഡിഫറൻസ് ഡി, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ത് വരും? 6 വരത്തില്ലേ? 2 + 2 × 2 4, 4 + 2 6 വരും. അടുത്തത് ഞാൻ എഴുതിയേക്കുന്നത് എ പ്ലസ് 3 × കോമൺ ഡിഫറൻസ് ഡി. അപ്പം 3 × 2 6, 6 + 2 എത്ര കിട്ടും? 8 കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ടേംസിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫസ്റ്റ് ടേം എ ആണ്. അടുത്ത ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ എ പിയുടെ നമ്മൾ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത ടേം എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ, അതായത് തൊട്ട് മുമ്പിലത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടുന്നത്. അപ്പം എൻ്റെ തൊട്ട് സെക്കൻഡ് ടേം എനിക്ക് എങ്ങനെ കിട്ടുന്നത്? തൊട്ട് മുമ്പിലത്തെ ടേം എ, അതിൻ്റെ കൂടെ എൻ്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് സെക്കൻഡ് ടേം കിട്ടി. ഇനി തേർഡ് ടേം എങ്ങനെ കിട്ടുന്നത്? തേർഡ് ടേമിന് തൊട്ട് മുമ്പിലത്തെ ടേം എന്ന് വെച്ചാൽ സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. അപ്പോൾ ഇതെന്താകും? a + d + d എന്ന് വെച്ചാൽ എന്താണ്? a + 2d എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത എനിക്ക് ടേം എങ്ങനെ കിട്ടുന്നത്? ഫോർത്ത് ടേം, ഫോർത്തിന് മുമ്പിലത്തെ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, തേർഡ് ടേമിൻ്റെ കൂടെ ഡി. നമ്മളുടെ എങ്ങനെ നമുക്ക് ഓരോരോ ടേംസ് എ പിക്കകത്ത് കിട്ടുന്നത്? ആ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടേമിൻ്റെ തൊട്ട് മുമ്പത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി, നമുക്ക് വേണ്ട ടേം കിട്ടും. അപ്പം ഈ ടേമിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേം a + 2d, അതിൻ്റെ കൂടെ നമുക്ക് ഒരു കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്താൽ മതി. ഇതെന്താ ശരിക്കും പറഞ്ഞാൽ a + 3d. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമ്മളുടെ എ പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഇതിനകത്ത് ഒരു പാറ്റേൺ പോലെ ശ്രദ്ധിക്കാൻ പറ്റും. അതായത് എനിക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം. നോക്ക്, തേർഡ് ടേം. അപ്പം തേർഡ് ടേമിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ വിച്ച് ഇസ് ദ ഫസ്റ്റ് ടേം പ്ലസ് ഇത് നമ്മളുടെ തേർഡ് ടേം അല്ലേ, അതുകൊണ്ട് ഇവിടെ 3 - 1 × 2 × d. ഇതാണ് ശരിക്കും നമ്മളുടെ ഫോർമുല വരുന്നത്. ഇത് 3ന് പകരം ഇവിടെ nth ടേം ആയിരുന്നു എങ്കിൽ ഈ ഫോർമുല a + n - 1 × d ആയിരുന്നു. ഈ ഫോർമുല നമ്മൾ അടുത്ത സെക്ഷനിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ ഈ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾ അടുത്ത സെക്ഷനകത്ത് ഇത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോർമുല, ഒരു ഫോം ഉണ്ടെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്ക്, ഇത് ഫസ്റ്റ് ടേമാ, ഇത് സെക്കൻഡ് ടേമാ, ഇത് തേർഡ് ടേമാ, ഇത് ഫോർത്ത് ടേമാ. നോക്ക്, ഫോർത്ത് ടേമിനകത്ത് നമ്മൾ ഈ കോമൺ ഡിഫറൻസിന്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 അല്ലേ? 3 എന്ന് വെച്ചാൽ എന്താ? 4 - 1. അപ്പം nth ടേമിനകത്ത് നമ്മൾ കോമൺ ഡിഫറൻസിന്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? n - 1. അങ്ങനെയാണ് ആ ഒരു ഫോർമാറ്റ്, ആ ഒരു ഫോർമുല വരുന്നത്. അത് നമുക്ക് അടുത്ത സെക്ഷനകത്ത് പഠിക്കാം. ഇപ്പൊ ഈ സെക്ഷനകത്ത് നിങ്ങൾ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇതിന്റെ എ പിന്റെ വേറൊരു റെപ്രസെന്റേഷൻ എന്താണെന്ന്. a, a + d, a + 2d, a + 3d, അങ്ങനെ ഓരോ ടേമിനകത്തും ഡിയുടെ ഇൻക്രിമെന്റ് നടന്നുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. a + d, a + 2d, a + 3d, അങ്ങനെ അങ്ങനെ ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇത് തേർഡ് ടേമാ, തേർഡ് ടേം. അപ്പം തേർഡ് ടേം വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ? 2 ആണ്. അങ്ങനെ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ജനറൽ ഫോം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ട് കുഞ്ഞു കൺസെപ്റ്റ്സാ. ഒന്ന്
AP and രണ്ടാമത്തെ ഇൻഫൈനൈറ്റ് AP. ഫൈനൈറ്റ് AP എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു ഇറ്റ് ഹാസ് എ ലാസ്റ്റ് ടേം. ഇതിനൊരു ലാസ്റ്റ് ടേം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ 1 2 3 4 ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുക, ഇത്രേ ഉള്ളൂ എൻ്റെ AP. ഇതൊരു AP ആണല്ലോ, ഇതിനകത്ത് എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണ്. ഇതൊരു AP ആണ്, ഇവിടെ കൊണ്ട് എൻ്റെ AP തീർന്നു. പക്ഷെ ഇൻഫൈനൈറ്റ് APക്ക് എന്താ, ഡസൻറ്റ് ഹാവ് എ ലാസ്റ്റ് ടേം. എന്ന് വെച്ചാൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ തന്നെ എങ്ങനെ ഇൻഫൈനൈറ്റ് ആക്കാൻ പറ്റും? 1 2 3 4 എന്നിട്ട് 3 ഡോട്ട്സ് എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതിന്റെ ലാസ്റ്റ് ടേം എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ട. എന്നോട് ഇപ്പം ചോദിക്കുക ഈ APയുടെ ലാസ്റ്റ് ടേം എന്താ, ഐ ഡോണ്ട് നോ, ഇത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു APയുടെ ലാസ്റ്റ് ടേം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ടെൽ ദ ആൻസർ ഈസിലി, ഇറ്റ്സ് 4. സോ ദാറ്റ്സ് വൈ there is a difference between finite and infinite AP. Okay. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു സെക്ഷനകത്തുനിന്ന് നമ്മൾ പഠിച്ചത് വെച്ചാൽ മെയിൻലി 2 kinds of questions വരാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് ടേം തരും APയുടെ A ആൻഡ് കോമൺ ഡിഫറൻസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും, നമ്മൾ AP എന്താണെന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർ ക്വസ്റ്റ്യനകത്ത് AP തരും, പക്ഷെ അതിനകത്ത് കോമൺ ഡിഫറൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതാദ്യം നമുക്ക് ചെയ്ത് നോക്കാം. എനിക്കിവിടെ ഒരു ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട് ആൻഡ് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. സിമ്പിൾ, നമ്മൾ APയുടെ ഡെഫിനിഷൻ തന്നെ അതിന്റെ ജനറൽ ഫോം യൂസ് ചെയ്ത് നമുക്കിത് കണ്ടുപിടിക്കാം. APയുടെ ജനറൽ ഫോം എന്താ? AP എങ്ങനെ എഴുതുന്നത്? A, A plus D, A plus 2D, അങ്ങനെ പോകും. നമ്മളൊരു 3-4 ടേംസ് വരെ കണ്ടുപിടിച്ചാൽ മതി, കാരണം ഇത് ഇൻഫൈനൈറ്റ്ലി പോകും. ഇൻഫൈനൈറ്റ് AP ആണ്. സോ നമ്മൾ AP എങ്ങനെ എഴുതും? therefore the AP is ഫസ്റ്റ് A എഴുതണം -7. അടുത്ത ടേം -7 പ്ലസ് -2. അടുത്ത ടേം -7 പ്ലസ് 2 into -2. അങ്ങനെ പോയിക്കണെങ്കിൽ നമുക്ക് 3 ടേംസ് വരെ, 3 അല്ലെങ്കിൽ 4 ടേംസ് വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ? നമ്മളുടെ AP എങ്ങനെയാകും? -7, -7 plus -2, -9, -7 plus 2 into -2 എന്ന് പറയുമ്പോൾ -4. സോ -7 plus -4, -11. അപ്പൊ അടുത്ത ടേം എന്തായിരിക്കും? ഇതിന്റെ കൂടെ ഒരു -2 കൂടെ ആഡ് ചെയ്താൽ പോരെ, -13. ഇതുണ്ടോ? ഇങ്ങനെയാണ് നമ്മളുടെ AP പോകുന്നത്, ഡോട്ട് 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 ഇട്ടാണ്. ഇപ്പം -7, -9, -11, -13 അങ്ങനെ ഇൻഫൈനൈറ്റ് വരെ നമ്മളുടെ AP പ്രോഗ്രസ് ചെയ്യും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി വിൽ ഗെറ്റ്. നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരും, നമ്മൾ AP കണ്ടുപിടിക്കണം. എങ്ങനെ? നമ്മളുടെ APയുടെ ജനറൽ ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ APക്കകത്ത് ഓരോ ടേംസും കണ്ടുപിടിക്കുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, നമുക്ക് AP ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട്, നമ്മൾ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാം. ഇതിനകത്ത് APക്കകത്തുനിന്ന് ഫസ്റ്റ് ടേം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ APക്കകത്ത് ഫസ്റ്റ് ടേം എന്താ? നമ്മളുടെ ആദ്യത്തെ ടേം 6. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന മുമ്പിലത്തെ ടേം മൈനസ് പുറകിലത്തെ ടേം. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അങ്ങനെ എപ്പോഴും വരത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, എനിക്ക് എന്ത് കിട്ടും ആൻസർ? 3 - 6 -3. ഓർ എങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, 0 - 3 എന്ത് കിട്ടും? -3. അല്ലെങ്കിൽ ഓർ -3 -0 എന്ത് കിട്ടും? -3. നമുക്ക് ഈ 3 കേസസിനകത്ത്, ഞാൻ ഈ 4 ടേംസ് വെച്ച് 3 കേസസിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോമൺ ഡിഫറൻസ് എന്താണ്? -3 തന്നെയാണ്. ഇത് ജസ്റ്റ് ഞാൻ
ഈ ഒരു എ പിക്കകത്ത് കോമൺ ഡിഫറൻസ് സെയിം തന്നെയായിരിക്കും എന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇത് 3 വട്ടം ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എക്സാമിനകത്തൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 3 എണ്ണം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏതെങ്കിലും 2 അടുത്തുള്ള ടേംസ്, 2 അടുത്തുള്ള ഇഷ്ടമുള്ള ടേംസ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ അടുത്തുള്ള ടേംസിനകത്ത് മുമ്പിലത്തെ ടേം മൈനസ് പുറകിലത്തെ ടേം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫോർമുല ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഫോർമുല ഞാൻ പറഞ്ഞുതരാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല AK + 1 - AK. ഇതിനകത്ത് AK + 1 എന്ന് വെച്ചാൽ K + 1 ടേം ആൻഡ് AK എന്ന് വെച്ചാൽ kth ടേം. കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന D. ഇതാണ് നമ്മളുടെ ഫോർമുല. ഇനി ഈ ടേംസ് എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ആണ് നിങ്ങൾ മെയിൻലി ഓർക്കണ്ടേ. പക്ഷെ ഇതെങ്ങനെ വന്നു എന്നൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ AP A1 A2 A3 എക്സെട്ര എക്സെട്ര AK + 1 എക്സെട്ര എക്സെട്ര AN വരെ ഉണ്ടെന്ന് വെക്കും. അപ്പൊ എനിക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഏതെങ്കിലും 2 അടുത്തടുത്തുള്ള ടേംസിനെ സെലക്ട് ചെയ്തിട്ട് മുമ്പിലത്തെ ടേം മൈനസ് പുറകിലത്തെ ടേം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ നമ്മളിത് ജനറലി റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ K എന്നൊക്കെ പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് കിട്ടും D. അതാണ് ഇതിനകത്ത് ഫോർമുലയിൽ എഴുതിയിരിക്കുന്നത്. AK + 1 - AK. അതാണ് നമ്മുടെ ഡിന്റെ ഫോർമുല. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്ലാസ്. ബാക്കി ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്യാം.